ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എത്ര റേഡിയോകളാണല്ലേ. കേരളത്തിൽ തന്നെ ഒരുപാട് റേഡിയോ സ്റ്റേഷനുകളുണ്ട് കേട്ടോ. ഇപ്പോൾ ക്ലബുണ്ട്, മാംഗോ, റേഡിയോ മിർച്ചി, റെഡ് FM, അങ്ങനെ ഒരുപാട് റേഡിയോകൾ. പിന്നെ ഒപ്പം കമ്മ്യൂണിറ്റി റേഡിയോകളും ഇപ്പോൾ വളരെയധികം സജീവമായിട്ടുണ്ട്. UAE റേഡിയോ രംഗത്ത് ഏറെക്കാലം പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കേരളത്തിലെ ഈ FM തരംഗം അല്ലെങ്കിൽ റേഡിയോ തരംഗം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്കൊക്കെ തോന്നുന്നത്. കേരളത്തിൽ ഈ FM റേഡിയോകൾ സജീവമാകുന്നതിന് വളരെ മുമ്പ് തന്നെ UAEയിൽ മലയാള പ്രക്ഷേപണം, പ്രത്യേകിച്ചും FM റേഡിയോ മലയാള പ്രക്ഷേപണം വളരെയധികം സജീവമായിരുന്നു എന്നുള്ളതാണ് സത്യം. UAEയിലെ ശ്രോതാക്കൾക്കിടയിൽ വളരെ സജീവമായി പ്രവർത്തിച്ച പല അവതാരകരുമാണ് ഇന്ന് പല FM റേഡിയോകളിലും മുതിർന്ന ജനപ്രിയരായ അവതാരകരായി ജോലി നോക്കുന്നതും. UAEയിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം ആരംഭിച്ച, 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ ആരംഭിച്ച റേഡിയോ പ്രക്ഷേപണമാണ് ഇന്ന് 24 മണിക്കൂർ സർവീസായിട്ട് മാറിയിരിക്കുന്നത്. UAEയിൽ തന്നെ ഒരുപാട് റേഡിയോ സ്റ്റേഷനുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ARN നെറ്റ്വർക്കിന്റെ ഹിറ്റ് 9, ചാനൽ 4ന്റെ 101.3 ഗോൾഡ് FM, മാതൃഭൂമിയുടെ ക്ലബ് FM, അതുപോലെ തന്നെ AM സർവീസുകളാണ് റേഡിയോ ഏഷ്യ, അതുപോലെ തന്നെ പ്രവാസി ഭാരതി തുടങ്ങിയ സർവീസുകളാണ് ഇപ്പോൾ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതായിരുന്നില്ല ചിത്രം. ഇതിലും അധികം റേഡിയോകൾ UAE എന്ന രാജ്യത്ത് വളരെ സജീവമായി മലയാള പ്രക്ഷേപണം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് റേഡിയോ മീ എന്ന് പറയുന്ന ഒരു FM സ്റ്റേഷൻ ഉണ്ടായിരുന്നു. റേഡിയോ ഏഷ്യയുടെ തന്നെ ഓക്സിജൻ, അതുപോലെ തന്നെ സൂപ്പർ 94.7 FM പ്രവർത്തിച്ചിരുന്നു. പിന്നീട് റേഡിയോ റെഡായി. അതിനുശേഷം വളരെ പ്രമുഖമാണ് പഴയ കാലത്തെ ഉമ്മൽ ഖൊയ്ൻ റേഡിയോ. പിന്നീട് ഈ അടുത്ത കാലത്ത് വളരെ സജീവമായിരുന്ന, ഒരുപാട് പോപ്പുലാരിറ്റി ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റിൻ്റെ AM സർവീസ്. വോയിസ് ഓഫ് കേരള എന്ന് പറയുന്ന മറ്റൊരു റേഡിയോ സ്റ്റേഷനും UAEയിൽ AM സർവീസ് നടത്തിയിരുന്നു. അപ്പോൾ ഇതെല്ലാം അവരുടെ പ്രവർത്തനം ഇടയ്ക്ക് വെച്ച് പലവിധ കാരണങ്ങളാൽ അവസാനിപ്പിക്കുകയുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോഴും ഗൾഫിലെ മലയാള പ്രക്ഷേപണ രംഗം വളരെയധികം സജീവമാണ്. UAEക്ക് പുറമെ ഇപ്പോൾ മറ്റ് GCC രാജ്യങ്ങളിലും മലയാള പ്രക്ഷേപണം വളരെയധികം സജീവമായിട്ടുണ്ട്. ഒരുപാട് FM റേഡിയോസും ഒക്കെ ഈ രാജ്യങ്ങളിലും വരുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് കുവൈറ്റിൽ പതുക്കെ റേഡിയോ സർവീസ്, മലയാളം റേഡിയോ സർവീസ്, FM സർവീസ് ആരംഭിക്കുന്നത്. ഖത്തറിൽ വളരെ സജീവമാണ് റേഡിയോ സർവീസ് ഇപ്പോൾ തന്നെ. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലും ഇതുപോലെയുള്ള സർവീസുകൾക്ക് ഉള്ള ശ്രമം ഇപ്പോൾ വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഇത്തരം സ്റ്റേഷനുകളിൽ RJമാരാകാൻ അല്ലെങ്കിൽ ഇത്തരം സ്റ്റേഷനുകളിൽ ജോലിക്ക് എന്തൊക്കെയാണ് ഒരു മിനിമം വേണ്ട യോഗ്യത, അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് എന്നോട്. നല്ല ഭാഷാ പ്രാവീണ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും മലയാളം, ഇംഗ്ലീഷ് ഭാഷകൾ സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ പകുതി ജോലി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം. വളരെ ഫണ്ണിയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാമെങ്കിൽ, വളരെ ഫണ്ണിയായിട്ട് നിങ്ങളൊരു കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നിങ്ങളൊരു മികച്ച RJ ആവാനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് മുമ്പിലുണ്ട്. പിന്നെ ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അറിവുണ്ടാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് RJയിങ്ങിന്. പ്രത്യേകിച്ച് ഒന്നും അറിയാതെ അല്ലെങ്കിൽ ഞാൻ നന്നായി സംസാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് ഒരു RJ ആവാൻ പറ്റില്ല. സമകാലീന പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ചുറ്റുപാടും നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്കതേക്കുറിച്ച് അറിവുണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മൈക്കിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത്, നമ്മൾ ആ സ്റ്റുഡിയോയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും നമുക്കപ്പുറത്തേക്ക് ഒരുപാട് പേര് നമ്മളെ കേൾക്കുന്നുണ്ട്. നമ്മളെക്കാൾ മികച്ച വായനാശീലമുള്ള, നമ്മളെക്കാൾ അറിവുള്ള ഒരുപാട് പേര് നമ്മളെ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഒരു RJ ആണെങ്കിലും ഒരു വാർത്താ അവതാരകരെയാണെങ്കിലും അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ വളരെ നല്ല റിസർച്ചോട് കൂടി തന്നെ വേണം നിങ്ങൾ സ്റ്റുഡിയോ റൂമിൽ മൈക്കിന് മുമ്പിലേക്ക് എത്താൻ. അപ്പോൾ ഞാനീ പറഞ്ഞ ക്വാളിറ്റിക്കൊപ്പം നിങ്ങളൊരു സിംഗറും ഒക്കെ ആണെങ്കിൽ, നന്നായി പാടാൻ കഴിവുള്ളവരാണെങ്കിൽ ഭയങ്കരമായ അഡ്വാൻറ്റേജാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കാരണം പാട്ടുകാർ, അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പ്രവാസികൾക്ക് വലിയ ഇഷ്ടമാണ്. ഗൾഫിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എന്താണെന്നറിയാമോ? അവർ മറ്റ് കമ്മ്യൂണിറ്റികളെ പോലെയല്ല. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസ് പൊതുവെ പാട്ടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ മലയാളികൾ അങ്ങനെയല്ല, പ്രവാസി മലയാളികൾ അങ്ങനെയല്ല. അവർ വാർത്തകളും പാട്ടും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. റേഡിയോയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നെങ്കിലും ഇതൊരു ഷോബിസ് കൂടിയാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. റേഡിയോ RJസിന് പലപ്പോഴും പുറത്ത് ഒരുപാട് പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടതായിട്ട് ഒക്കെ വരാറുണ്ട്.
അതുകൊണ്ട് തന്നെ റേഡിയോ RJs പ്രസൻറ്റബിൾ ആണോ എന്നുള്ള കാര്യവും ഈ ജോലി നൽകുന്നവർ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പലരും അത് പറയാറില്ല, തുറന്നു പറയാറില്ല, എങ്കിൽ പോലും അത് പരസ്യമായ ഒരു രഹസ്യമാണ്. അപ്പം അതിന് വ്യക്തിപരമായിട്ട് ഞാൻ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ആ ബിസിനസ്സിൽ അതും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ശമ്പളം തരുന്ന നല്ല സ്റ്റേഷനുകൾ തിരഞ്ഞെടുത്താൽ RJing വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോലി കൂടിയാണ്, വളരെ രസകരമായിട്ടുള്ള ജോലി കൂടിയാണ് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അവിടെയും ചില വെല്ലുവിളികളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ഥിരതയുള്ള ഒരു സ്റ്റേഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഗൾഫിലെ സാമൂഹിക രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ എപ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ RJകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ വാർത്താ അവതാരകർക്ക് ആദ്യം നൽകുന്ന ഇൻസ്ട്രക്ഷൻ. ഇനി ഇവരിലേക്കൊക്കെ എങ്ങനെ എത്തപ്പെടും എന്നുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പത്രങ്ങളിലൊക്കെ ഒരുപാട് പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അവസരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവർ ചിലപ്പം ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് ആൾക്കാരെ എടുക്കാറുണ്ട്. അപ്പം ഞാനീ പറഞ്ഞ റേഡിയോ സ്റ്റേഷനുകളൊക്കെയുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ അവരുടെ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. വെബ്സൈറ്റുകളിൽ കരിയർ ഓപ്ഷനുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അവരുടെ HR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിങ്ങളുടെ റെസ്യൂമെ അവർ പറയുന്ന ഇമെയിലിലേക്ക് അയച്ച് നിങ്ങളുടെ വോയിസ് റെക്കോർഡിങ്ങും കൂടെ അയച്ച് നിങ്ങൾക്ക് അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാവുന്നതാണ്. പല നാട്ടിലെ റേഡിയോ സ്റ്റേഷനുകളിലും പരിചയമുള്ള RJകളെയാണ് പലപ്പോഴും ഗൾഫിലേക്ക് സെലക്ട് ചെയ്ത് എടുക്കുന്നത് കൂടുതലും. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പരിചയമാണ് ഗൾഫിലെ ജോലികൾക്ക് ഏറ്റവും പ്രധാനം. നമുക്ക് സുഹൃത്തുക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കണക്ഷൻസ് ഉണ്ടെങ്കിൽ അതുവഴി ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയും അവർ ടാലൻറ്റഡ് ആണെങ്കിൽ ഒരു പക്ഷേ വളരെ ഈസി ആയിട്ട് നമുക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്യും എന്നുള്ളത് മറ്റൊരു വഴിയാണ്. റേഡിയോ രംഗത്തെ കലാകാരന്മാർ RJs അവരുടെയൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ അതിൽ ജെന്യൂനായിട്ട് നിങ്ങൾ സന്ദേശം അയച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അവസരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ ഇൻഫോം ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും അവസരങ്ങൾ കണ്ടെത്തുന്നത്. ഒരുപാട് അവരൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉള്ളവരുമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതുമാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഇപ്പോൾ നാട്ടിൽ ഒരുപാട് ഇപ്പോൾ ഓപ്പൺ ഓഡിഷനൊക്കെ നടത്തുന്നുണ്ട് യങ് ടാലൻസിനെയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അത് പക്ഷേ വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഗൾഫിൽ പക്ഷേ അങ്ങനെ ഒരു ഓപ്പൺ ഓഡിഷൻ, അങ്ങനെ ഒരു സംവിധാനമൊന്നും വളരെ സജീവമായിട്ടില്ല. പക്ഷേ മറ്റൊരു ന്യൂനത എന്ന് പറയുന്നത് അവിടെ എണ്ണം വളരെ കുറവാണ്, അവസരങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ഇതൊക്കെ ഞാനിപ്പോൾ നൽകിയതൊക്കെ വെറും ടിപ്സ് മാത്രമാണ് കേട്ടോ, ബേസിക്സ് മാത്രമാണ്. ഇതിനപ്പുറത്തേക്ക് നമ്മളെ എപ്പോഴും തുണയ്ക്കുന്നത് നമ്മുടെ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വോയിസ് കേൾക്കാൻ, നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ഗൾഫിൽ ഒരുപാട് പ്രവാസികൾ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ ഇത്തരം സാധ്യതകൾ കൂടി നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു വിഷയവുമായി അടുത്ത വ്ലോഗിൽ കാണാം.